ഈ കേരളത്തിൽ നവജാത ശിശുക്കളുടെ മരണം കൂടുതലായിട്ടിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു? സർ, നവജാത ശിശുക്കൾ സ്വമേധയാ മരിക്കുന്നതല്ലല്ലോ. ഇപ്പോൾ കൂടുതലും കൊല ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം അമ്മയും അച്ഛനും ഇല്ലാത്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ കൂടുതലും അമ്മമാർ തന്നെ കുഞ്ഞുങ്ങളെ കൊല ചെയ്യുന്ന കുറേ സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇന്നും അത്തരത്തിലുള്ളൊരു വാർത്തയാണ് നമ്മൾ ഞെട്ടലോടെ കേട്ടത്. ഈ ഒരു സൂട്ട് കേസിൽ ഒരു കവറിൽ 2 കുട്ടികളുടെ അസ്ഥി കഷ്ണവുമായിട്ട് ഒരു പിതാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുകയാണ്. ഈ അസ്ഥി കാണിച്ചിട്ട് പറയുകയാണ്, ഇത് എൻ്റെ കുട്ടികളുടെ അസ്ഥിയാണ്, കുഴിച്ചിട്ടതാണ്, അതിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് പോലീസ് ഞെട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ സാക്ഷരത കേരളം എന്ന് നമ്പർ 1 കേരളം എന്നൊക്കെ നമ്മൾ ഈ പറയുന്നിടത്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. അങ്ങ് യു പിയിലൊന്നും അല്ല. എപ്പോഴും നമ്മൾ യു പിയെ കുറ്റപ്പെടുത്തുമല്ലോ. യു പിയിലല്ല ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. കഴിഞ്ഞ മാസം പോലും ഒരു പറമ്പിൽ നിന്നും നവജാത ശിശുവിനെ അമ്മ ഇതേപോലെ അവിവാഹിതയായ അമ്മ ഇതുപോലെ ആരും അറിയാതെ പ്രസവിക്കുകയും പോലീസ് എടുക്കുകയും ചെയ്തു. ഇത് പലയിടത്തായിട്ട് അനാഥാലയങ്ങൾ നോക്കിയാൽ നമുക്കറിയാം. കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് അടുപ്പിച്ചാണ് ഓരോ പേരുകളിട്ടാണ് നമ്മുടെ തിരുവനന്തപുരത്ത് അനാഥാലയങ്ങളിലെ പറഞ്ഞ ശിശുഭവനിലെ കുട്ടികൾ വന്നത്. അമ്മത്തൊട്ടിൽ കിട്ടിയ കുട്ടികളുടെ എണ്ണം. അപ്പോൾ ഇത്തരത്തിൽ ഇത് സംഭവിക്കുന്നത് ഈ സാക്ഷരത കേരളം എന്ന് ഞാൻ പറഞ്ഞില്ല, അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടുന്നത്. കാരണം പഠിക്കുന്ന കാലം തൊട്ടേ കുട്ടികളെ കുറച്ചുകൂടെ എന്താ പറയുന്നത്, സ്പിരിച്വലായിട്ടും കൂടെ കുട്ടികളെ കുറച്ചുകൂടെ ബോധവൽക്കരിക്കേണ്ടുന്ന കാര്യമുണ്ട്. സ്പിരിച്വൽ എന്ന് മീൻസ് ഞാൻ മതമല്ല ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ശരിയേത് തെറ്റേത് എന്താണ് ചെയ്യേണ്ടുന്നത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കുറേ ബോധവൽക്കരണം നടത്തണം. ഇപ്പോൾ സെക്ഷുവൽ എഡ്യൂക്കേഷനൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിനപ്പുറം ഒരു ജീവിതം എന്താണ് നന്മ, നേര്, ഇതൊക്കെ കുട്ടികളെ മോറൽ സൈഡും കൂടെ പഠിപ്പിക്കേണ്ടുന്ന ആവശ്യകത ഇപ്പോൾ വന്നിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു കുറവുകളൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. ഇതിപ്പം 21 വയസ്സുള്ള യുവതിയും 26 വയസ്സുള്ള യുവാവുമാണ് ഇന്നത്തെ കേസ്. സാർ അതുമായി ബന്ധപ്പെട്ടായിരിക്കും എൻ്റെ അടുത്ത് ചോദിച്ചത്. 26 വയസ്സുള്ള യുവാവിൻ്റെയും കുട്ടികളുടെ കാര്യമാണിത്. ഇവർ രണ്ടുപേരും കാമുകന്മാരാണ്. അപ്പോൾ ഇവർ വർഷങ്ങളായിട്ട് പ്രണയത്തിലായിരുന്നു. ഫേസ്ബുക്ക് വഴിയുള്ള പ്രണയമായിരുന്നു. ആ പ്രണയത്തിനിടയിലാണ് ആദ്യം 2021 ആദ്യത്തെ പ്രസവം നടക്കുന്നത്. രണ്ടാമത്തെ പ്രസവം നടക്കുന്നത് 2024. 2021 ശുചിമുറിയിലാണ് ഈ പെൺകുട്ടി പ്രസവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 21 വയസ്സെന്ന് പറയുമ്പോൾ 2021 എത്രയോ പ്രായം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഒരുപക്ഷെ പ്രായപൂർത്തിയാകുന്നു കണക്കുകൂട്ടിയ ആയിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ശുചിമുറിയിൽ പ്രസവിക്കുന്നു. ആ കുഞ്ഞിനെ ഇപ്പോൾ യുവതി പറയുന്ന ആ കുട്ടി സ്വമേധയാ മരിച്ചുപോയി. പുക്കിൾക്കൊടി കഴുത്തിൽ ചുറ്റി മരിച്ചു കിടക്കുന്ന കുട്ടിയായിരുന്നു. അവർ തന്നെ അതിനെടുത്ത് കുഴിച്ചിട്ടു. അതിൻ്റെ അസ്ഥി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് അതിൻ്റെ അസ്ഥി എടുത്ത് ഈ കാമുകന് കൊടുത്തു. അത് കാരണം ഈ മരണശേഷം കുട്ടി ഈ ശാപം അല്ലെങ്കിൽ മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹിന്ദുക്കളുടെ ചില ആചാരങ്ങളുണ്ടല്ലോ, അതിന് വേണ്ടി അസ്ഥി ഒഴുക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യത്തിന് വേണ്ടി അസ്ഥി കൊടുത്തതാണ് എന്നാണ് യുവതിയും യുവാവും പറയുന്നത്. രണ്ടാമത്തെ കുട്ടിയെ ശ്വാസം മുട്ടിച്ച്, ഈ പെൺകുട്ടി തന്നെ ശ്വാസം മുട്ടിച്ച് ജനിച്ച ഉടനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നിട്ട് യുവാവിൻ്റെ കൈ കൊടുക്കുകയും അത് കുഴിച്ചു മൂടുകയും ചെയ്തു. എന്നിട്ട് അതിൻ്റെ അസ്ഥി എടുത്ത് വെച്ചു. ഇപ്പോൾ ഇവർ തമ്മിൽ എന്തോ പ്രശ്നമായി. ഈ യുവതി ഈ ഒരു കാമുകനിൽ നിന്നും മാറുന്നു എന്നുള്ളൊരു ഘട്ടം വന്നു. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടായതിനു ശേഷമാണ് ഇയാൾ ഈ പോലീസ് സ്റ്റേഷൻ ഈ കുട്ടികളുടെ അസ്ഥിയായിട്ട് വന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിത്തരിക്കുകയല്ലാതെ എന്താണ് ചെയ്യുക? എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്ന 2 ക്രൂരകൃത്യങ്ങൾ. ആദ്യത്തെ കുട്ടി സ്വമേധയാ മരിച്ചു എന്ന് പറയുന്നതിലും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. കാരണം അന്ന് ആ കുട്ടി ഒരു പക്ഷേ പ്രായപൂർത്തിയായിട്ടില്ല. എന്നാലും ഇത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യർക്ക്. സ്വന്തം ജീവൻ്റെ തുടുപ്പ് ഒരമ്മ ഒരച്ഛൻ, അവർ കാമുകനും ആയിക്കോട്ടെ, പക്ഷെ അവർ 2 പേരുമാണ് അതിൻ്റെ ഉത്തരവാദികൾ. ഒരച്ഛനും അമ്മയാണ്. ഒരു കുഞ്ഞുണ്ടാവുന്ന സന്ദർഭം മുതൽ അവർ അമ്മയും അച്ഛനും ആവുകയാണ് ചെയ്യുന്നത്, ഉദരത്തിൽ പേറുമ്പോൾ തന്നെ. അത് എങ്ങനെ ഒരു തവണയല്ല, 2ാമത്തെ തവണയും ഇത്തരത്തിലുള്ളൊരു ക്രൂരകൃത്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന തരത്തിലല്ലേ കേരളത്തിൻ്റെ പോക്ക്. അപ്പോൾ എനിക്ക് അവിടെയൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. കാരണം പല പെൺകുട്ടികളും പ്രസവിച്ച് കുഴിച്ചു മൂടുന്നു, എടുത്തെറിയുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ കേരളത്തിൽ അടുപ്പിച്ചടുപ്പിച്ച് വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നാമത് നമ്മൾ നോക്കേണ്ടത് കുടുംബമാണ്. കുടുംബത്തിൽ ഈ പെൺകുട്ടിയുടെ അമ്മയുണ്ട്. ഇവർ മകൾ 2 തവണയും പ്രഗ്നൻ്റ് ആയത് അറിഞ്ഞില്ല എന്ന് പറയുന്നതിൻ്റെ
നിജ സ്ഥിതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കള്ളത്തരമായിട്ട്, കാരണം ഒരു പെൺകുട്ടിയുടെ വളർച്ച അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ, ഗർഭിണിയാകുമ്പോൾ സ്വാഭാവികമായിട്ട് വയറൊക്കെ വരും. അപ്പോൾ അത് മാറ്റം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരമ്മയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ കുടുംബത്തിൻ്റെ പ്രശ്നമാണ് നമ്മൾ നോക്കേണ്ടത്. ഓരോ വീട്ടിലേക്കും പലരും ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പുള്ള കേസുകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, കുടുംബത്തിൽ അമ്മയ്ക്കും അച്ഛനും സഹോദരനും ഒന്നും മനസ്സിലായില്ല എന്നുള്ളത്. അത് മനസ്സിലാകാതിരിക്കാനല്ല, ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 4 മാസം വരെയൊക്കെ ഒരു പക്ഷേ നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റും, അതിനപ്പുറം മറച്ചു വയ്ക്കാൻ പറ്റില്ല. അവർക്ക് അവരുടെ ഒരു പക്ഷേ പ്രസവിക്കുമ്പോൾ എങ്ങനെ മറച്ചു വയ്ക്കാൻ പറ്റുന്നേ? എന്തായാലും ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള മൊമെൻറ്റുകൾ എന്തായാലും അത് മറച്ചു വയ്ക്കാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ ഈ വീട്ടുകാരും കൂടെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞതുപോലെ എന്താണ്, നാട്ടുകാരറിഞ്ഞിട്ടില്ല. ഈ പെൺകുട്ടി അപ്പോൾ പുറത്തോട്ട് ഇറങ്ങാറില്ലേ? അപ്പോൾ ഒരു സമൂഹം കൂടി ഇതിന് ഉത്തരവാദികളാണ്. ഇപ്പോൾ പലയിടങ്ങളിലും നമ്മൾ ഒരു ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി നാളെ എൻ്റെ ശരീരത്തിനുണ്ടാകുന്ന ചേഞ്ചസ് അയൽക്കാർ കാണുന്നില്ല, അവർ അപ്പോൾ അവർ ചോദിക്കും ഞങ്ങൾക്കറിയേണ്ട കാര്യമുണ്ടോയെന്ന്. അങ്ങനെ അറിയണം. നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു 80 കാലഘട്ടങ്ങളിലൊക്കെ തൊട്ടടുത്തുള്ള വീടുകളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ ഉറക്കെയൊന്ന് കുഞ്ഞ് കരഞ്ഞാൽ എന്താടോ ആ കുട്ടി കരയുന്നത്, എന്ത് പറ്റി, കൊച്ചിനെ തല്ലിയോ എന്നൊക്കെ വിളിച്ചു വെക്കുന്ന അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്. അപ്പുറത്ത് എന്തെങ്കിലും ഒരാൾ മദ്യപിച്ച് വഴക്കുണ്ടാക്കി കഴിഞ്ഞ് ഇറങ്ങിച്ചെന്ന് ഒരു പക്ഷേ മദ്യപിക്കുന്നവർക്ക് 2 എണ്ണം കൊടുക്കുന്ന അയൽവാസികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ. പക്ഷേ ഇന്ന് അതിൽ നിന്നൊക്കെ മാറി മതിലുകൾ ഇടയ്ക്ക് വന്നു കഴിഞ്ഞു. ഈ മതിലുകളാണ് മനുഷ്യനെ വേർപെട്ട്, മതിലുകൾ നടുക്കൂടെ വന്നപ്പോഴത്തേന് അവൻ വേറെ ഞാൻ വേറെ എന്നുള്ളൊരു ചിന്ത വന്നു. മറ്റേത് അങ്ങനെ അല്ലായിരുന്നു, പറമ്പുകളായിരുന്നു അല്ലേ? സാറിനൊക്കെ അറിയാമല്ലോ, പറമ്പുകൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മതിലുകൾ ചിലയിടത്ത് കാണും. പക്ഷെ അവിടെ ഈ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി ഈ മതിലിൻ്റെ ഒരു ഭാഗം നടക്കാനുള്ള പാതയാക്കി വെക്കും. കാരണം മതിലിലെ മണ്ണ് കൊണ്ട് കെട്ടും. പക്ഷെ കുറേ നാൾ കഴിയുമ്പം ഈ മതിലുകളങ്ങ് മറിയും. പക്ഷെ അവിടെ എന്താണ്, ഒരു അയൽവാസികളുമായിട്ട് അല്ലെങ്കിൽ സമൂഹവുമായിട്ട് എപ്പോഴും ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഇന്നത്തെ സമൂഹത്തിൽ ആ ഒരു ബന്ധമില്ല. എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോകുന്നു, മൊബൈൽ നോക്കിയിരിക്കുന്നു, TV നോക്കിയിരിക്കുന്നു. ഇതൊക്കെ ഒരു പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വളർത്താൻ ഇത്തരത്തിലുള്ള പ്രവണതകൾ വളർത്തുന്നുണ്ട്. കാരണം ഒരു പക്ഷേ അയൽവാസികളുമായിട്ട് ഒരു ബന്ധമുണ്ടെങ്കിൽ, ചുറ്റുപാടുമായിട്ട് ഒരു ബന്ധമുണ്ടെങ്കിൽ, മറ്റുള്ള സംഘടനകളുമായിട്ടൊക്കെ ബന്ധങ്ങളുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇപ്പം ഞാനൊക്കെ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു സമയത്ത് ഞാൻ ഇന്ന് ഇറങ്ങിപ്പോയ ഒരു പക്ഷേ എൻ്റെ വീട്ടുകാർ ശ്രദ്ധിച്ചില്ലെങ്കിലും ഈ പോകുന്ന വഴിക്ക് നമ്മളെ അറിയാവുന്ന ചേച്ചിമാരോ അമ്മമാരോ ഒക്കെ ചോദിക്കുക, എങ്ങോട്ട് പോകുന്നു വെച്ചേ, നീ ക്ഷീണിച്ചല്ലോ കഴിഞ്ഞ ആഴ്ചത്തേക്കാളും, അല്ലെങ്കിൽ നീ കുറച്ച് തടിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അടുത്ത് കുശലാന്വേഷണം ചോദിക്കും. ഇന്ന് ആർക്കും സമയമില്ല. അത് ഞാൻ പൊതുവെ ഇപ്പോൾ എല്ലാവരും ചിലപ്പോൾ ഇതിൻ്റെ കമൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട്, ഞങ്ങൾക്ക് എന്താ തലയിൽ കൂടെ വണ്ടി ഉണ്ടാവണം. കാരണം നമ്മളൊരു സമൂഹ ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്, മറ്റുള്ളവരെയും കൂടെ ശ്രദ്ധിക്കാൻ പറ്റണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മൊറാലിറ്റി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ ചെറുപ്പത്തിലെ കുട്ടികളുടെ സ്കൂളിൽ കെയറിങ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംരക്ഷണങ്ങൾ, ഇതൊക്കെ കുട്ടികളെ പറഞ്ഞു കൊടുക്കേണ്ടുന്ന കാലം അതിക്രമിച്ചു എന്നാണ്. ഇപ്പോൾ ഒരു ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പോഴത്തെ ചില സ്കൂളുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവരവരുടെ ഫുഡ് കൊണ്ടുവന്നോണം, അവരവരുടെ ടേബിളിൽ വെച്ചോണം, കഴിച്ചോണം. ഇവിടെ ഷെയറിങ് ഇല്ല. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരാൾ കൊണ്ടുവരും, അതിനകത്ത് കൈയിടാൻ പറ്റുന്നത് 1000 ആൾക്കാർ വന്ന് കൈയിടും. പക്ഷെ ഇന്ന് അങ്ങനെ സമ്മതിക്കത്തില്ല. വീട്ടിൽ നിന്ന് പറഞ്ഞു വിടും, അവൻ്റെ അടുത്ത് പോകരുത്, അവൻ്റെ അടുത്ത് കൈയിട്ട് വരരുത്, അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കരുത്. ഇങ്ങനെയാണ് കുട്ടികളെ ശീലിപ്പിക്കുന്നത്. അപ്പോൾ ആ തലമുറ എങ്ങനെയാണ് വളർന്നു വരുന്നത്? ഇത്തരത്തിൽ നമ്മൾ വരുന്ന വിഷയം ഒരുപാട് വ്യതിചലിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഈ ഒരു സംഗതി ഇതുപോലെ തന്നെയാണ്. ഇതിനകത്ത് എന്തായാലും അന്വേഷണമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. പോലീസ് തന്നെ ഞെട്ടിയിരിക്കണം. 2 അസ്ഥികൂടമൊക്കെ ആയിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയൊക്കെ. എന്തായാലും ഇത് ആദ്യത്തെ തന്നെ 2021 നടന്നേ. ഇനിയിപ്പോൾ അതിൻ്റെ ഈ പറഞ്ഞോണം എന്തെങ്കിലുമൊക്കെ ടെസ്റ്റുകൾ നടത്തിയാൽ പോലും എങ്ങനെ മരിച്ചതെന്നുള്ള കണ്ടെത്താനാവില്ല. രണ്ടാമത്തത് അത്തരത്തിൽ അസ്ഥി മാത്രമല്ല ഉള്ളൂ. പക്ഷേ ഇതിനി മറ്റേതെങ്കിലും അസ്ഥിയാണോ എന്താണെന്നൊക്കെയുള്ള ഇനിയിപ്പോൾ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോഴേ നമുക്കറിയാൻ പറ്റൂ. ഏതായാലും ഇതൊക്കെ ഞെട്ടലോടെ കാണുന്ന വാർത്തയാണ്. ഇതിനിടയ്ക്ക് മറ്റൊരു വാർത്തയും കൂടെ ഇന്നലെ കണ്ടു. ഒരു കുഞ്ഞിനെ, 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് അച്ഛനും അമ്മയും ട്രീറ്റ്മെൻറ്റ് ചെയ്ത കുഞ്ഞ് മരണപ്പെട്ടു. കാരണം ആ സ്ത്രീ അക്വാപഞ്ചർ എന്തോ പഠിച്ചത്, വാക്സിനേഷൻ എടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ മതം വളർത്തുന്ന ഒരു ഭീകരാവസ്ഥയാണ് അതൊക്കെ. ഈ മതം നേരത്തെ ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടായിട്ടുണ്ട്, വീട്ടിലുള്ള പ്രസവം. ഇതൊക്കെ മാറേണ്ടുന്ന കാലം അതിക്രമിച്ചു. ഇത് സമൂഹം ഇടപെടണം. നമ്മൾ അയൽവാസികളാണെങ്കിൽ തൊട്ടടുത്ത് താമസിക്കുന്ന നാട്ടുകാർ ഇടപെടണം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പലരും ഇടപെടാതെ മാറുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അത് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. എന്തായാലും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ ആശാപ്രവർത്തകർക്കൊക്കെ 1 രൂപ കൊടുക്കുന്നില്ലല്ലോ.
ഈ ആശാപ്രവർത്തകരൊക്കെ നല്ല രീതിയിൽ സഹകരിച്ചിരുന്ന ഈ കുഞ്ഞുങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടു പോകത്തില്ല. കാരണം ഈ ആശാപ്രവർത്തകർ ഓരോ വീടുകളിലും കയറി ഇറങ്ങും. അവർക്കറിയാം എല്ലാവരുടെയും ഡീറ്റെയിൽസ്, ആരൊക്കെ ഗർഭിണിയാണോ അല്ലേ. ഇവർക്കറിയാം ചെന്ന് കഴിയുമ്പം ഗർഭിണിയാണോ അല്ലയോ എന്ന് ഇവർ നോക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവും. അപ്പോൾ അത്തരത്തിൽ ഓരോ വീടുകളിലും കയറി ഇറങ്ങി അവിടുത്തെ കൗൺസിലേഴ്സ് ഉണ്ട്. ഇവരൊക്കെ പൊതുപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ എല്ലാ വീടുകളിലൊക്കെ ഒന്ന് അന്വേഷിക്കണം, ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കണം. അതൊക്കെയാണല്ലോ രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ പറയാം. അപ്പോൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചിരുന്നാലേ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പ്രവണതകളിൽ നിന്ന് മാറും. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ, അതായത് മോറൽ എഡ്യൂക്കേഷൻ, കൂടുതൽ നന്മ തിന്മകളെ വേർതിരിച്ചറിയുന്നത്, ഇത്തരത്തിലുള്ള പ്രവണതകൾ ഒഴിവാക്കാനൊക്കെ കൊടുക്കേണ്ടുന്ന സമയമാണ്. ഇതൊക്കെ നൽകിയാലേ നമ്മുടെ സമൂഹത്തിലേക്ക് ഒരു ഉന്നതിയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. കാരണം ഇതൊക്കെ കുറച്ചുകൂടി കാര്യഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടുന്ന കാലം അതിക്രമിച്ച് വരുന്ന തലമുറകൾക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷൻസ് ഒക്കെ നമുക്ക് നാളെ അറിയാം. എന്തായാലും വളരെ ഞെട്ടലോടെയാണ് ഞാൻ ഈ വാർത്ത കണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.